സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം തുടങ്ങിയാൽ പിന്നെ തിരുവനന്തപുരം നഗരം ഉറങ്ങാറില്ല. രാത്രി ഏറെ വൈകിയും പരിപാടികളും ആഘോഷങ്ങളും തുടരും. വർഷാവർഷം ഇത് കാണാനായി പല നാടുകളിൽ നിന്ന് ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പരിപാടികൾക്ക് 33 വേദികളുണ്ടെങ്കിലും കനകക്കുന്ന് കൊട്ടാരമാണ് ഈ ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രം. ഇവിടേക്ക് എത്തിച്ചേരുന്ന മനുഷ്യരാകട്ടെ എല്ലാ വർഷവും ഈ ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഓണത്തിന് വീടണയുക എന്നതുപോലെയാണ് കനകക്കുന്നിലേക്കുള്ള ഓണക്കാല കൂടിച്ചേരൽ. ട്രിവാൻഡ്രം എന്ന് വെച്ചാൽ ഫുൾ ഓണാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ വൈബാണ് ഇവിടെ വരുമ്പോൾ. വളരെ മനോഹരമായ നയനാനന്ദകരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ ഒത്തുകൂടൽ എന്തുകൊണ്ടും എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കേരളം ഒരു സാഹോദര്യത്തിന്റെ ഒരു ഇതായിട്ട് മാറ്റണം എന്നുള്ളതാണ്. എല്ലാ ദേശക്കാരും വരുന്നതല്ലേ, അപ്പം നല്ല പ്രത്യേകിച്ച് കാണാനൊരു ഭംഗിയും നമുക്ക് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു സന്തോഷമാണ് ഈ ടൈമിലൊക്കെ. അപ്പം കേരളം മുഴുവനും ഇവിടെ ഇതിന് തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കൂടിയെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ജനത്തിരക്കാണ്. കുട്ടികൾക്കാണ് പല നാടുകളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ഈ കൂടിച്ചേരൽ കൂടുതൽ കൗതുകം നൽകുന്നത്. ഓരോ കുരുന്നുകളുടെ മുഖത്തും ആശ്ചര്യഭാവം കാണാം. ഒരു പുതിയ അനുഭവം പോലെ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട് ഓണക്കാലത്ത് നാട്ടിലെത്തുന്നവരും കൂടിച്ചേരുന്ന ഇടം ഇത് തന്നെ. മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലൊരു ഉത്സവം കൊണ്ടാടുമോ എന്ന് സംശയമാണ്. എല്ലാ വ്യത്യാസങ്ങളെയും കൂടിച്ചേരലുകൾ തച്ചുടയ്ക്കുന്നു. ഒരാഴ്ചക്കാലം കനകക്കുന്നിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം ഒന്നായി മാറുന്നു. കേരളം എന്ന സംസ്ഥാനത്തെ ഒരുമയുടെ ഈറ്റില്ലം എന്ന് അടയാളപ്പെടുത്തുന്നു. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.